ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു വോൾഫ് ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം ഫോർജ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ് ഗൈസ്, റോബ്ലോക്സിലെ. ഞാനത് ഫസ്റ്റ് ടൈമാണ് ഗൈസ് കളിക്കുന്നത്. അപ്പം അധികം ഞാൻ ഇൻട്രോ ചെയ്ത് തരിക സമയം കളയാറില്ല, നിങ്ങൾക്ക് കണ്ടെത്താനറിയാം. അതുപോലെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒരാൾ പോലും ലൈക്ക് ചെയ്യുന്നില്ല. കുറച്ച് പേര് വേണ്ട ലൈക്ക് ചെയ്യുന്നുള്ളൂ. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഗൈസ്. മാക്സിമം നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ ചെയ്യുക ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഗെയിമിലോട്ട് കടക്കാം. നമ്മൾ റോഡ് 100 സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. കുറച്ചും കൂടി മതി ഗൈസ്. നമ്മുടെ അടുത്ത് ഇവിടെ ഒരാളെ അടുത്ത് പോയി മിണ്ടാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ് കംപ്ലീറ്റഡ്, ഗെറ്റ് സ്റ്റാർട്ട്. ഇഫ് യു ആർ ലെറ്റ് സ്റ്റാർട്ട് കൊടുക്കാം ഗൈസ്. You will gather ores and forge on your basic usual set. ഓക്കെ, ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഇവൻ നമുക്ക് മറ്റേ നമ്മൾ പോയി അവിടെ എവിടെ ഒരു മൈന് ചെയ്തിട്ട് വരണമെന്നാണ് പറയുന്നത്. ഇതൊരു മൈനിങ് ഗെയിമാണെന്ന് തോന്നുന്നു മൈൻക്രാഫ്റ്റ് പോലത്തെ. സ്റ്റോൺ പിക്കാസ് ഒക്കെ കിട്ടിയിരുന്ന അടിയിൽ എഴുതി കാണിച്ചു. തന്നെ ഹ്യൂമൻ ഗൈസ്. ഇതെന്താ, നമുക്ക് റേസ് റോൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. സോംബിയുടെ ഗുണം എന്നാ? മൈനസ് റൊട്ടൺ. ഒന്നുകൂടെ റോൾ ചെയ്യാം ഗൈസ്. നമുക്ക് 2 റോളും കൂടി ബാക്കിയുണ്ടെന്ന് കാണിക്കുന്നത്. ഏതായിരിക്കും നല്ല? ഗോബ്ലിൻ, അത് സ്നേക്ക്, അറ്റാക്ക് സ്പീഡ് വെച്ചിട്ടായത്. അയ്യേ, ഇത് കൊള്ളില്ലേ എന്റെ മൂക്കിനകത്തൊക്കെ എന്തോ പോലെ. അത് വേണ്ട, എന്നാലും നല്ലതാ. ഷാഡോ കൊടുക്കട്ടെ ഗൈസ്. അത് കൊള്ളാം. മൂവ്മെന്റ് സ്പീഡ്, അറ്റാക്ക് സ്പീഡ്, സ്റ്റാമിന. ഓക്കെ, ഇത് മതി ഗൈസ്. ഇവിടെ ക്ലോസ്. എടാ, ഇതെന്താടാ സ്ക്രീൻ മൊത്തം? ഓക്കെ, ഇതെന്തോ എൻ്റെ ട്യൂട്ടോറിയൽ കാണിക്കുകയാണ്. എക്യുപ്മെന്റ്സ്, എക്യുപ്പ്, ഇനി കട്ട് ചെയ്യണം. എന്നെ കണ്ടാലും ഇപ്പോൾ ഷാഡോ പോലെ ഉണ്ട് ഈ കള. നമ്മൾ സ്പ്രിന്റ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓടാൻ പറ്റും. ക്യൂനൊക്കെ ഡാഷ് ചെയ്യണം തന്നെ ചെയ്യേണ്ടത്. അടിക്കണോ? ഓക്കെ, അതിനെ അടിക്കണമെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മളങ്ങനെ കൂടുതൽ കിട്ടുന്നത്. ഇതിപ്പോൾ എന്തിനാ നമ്മൾ കളക്ട് ചെയ്യും? നമ്മുടെ അടുത്ത് 6 എണ്ണം കൊണ്ട് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ 6 എണ്ണം ഇപ്പോൾ കളക്ട് ചെയ്യണേ? അതാണ് പറയുന്നതെല്ലാം ചെയ്യാം ഗൈസ്. നമ്മൾ 4 എണ്ണം കളക്ട് ചെയ്തു. അതുപോലെ തന്നെ താഴെ എന്തൊക്കെ ലെവൽ 1 $0 ഒക്കെ കാണിക്കുന്നുണ്ട് ഗൈസ്. അത് നമ്മൾ എടുത്തോണ്ട് പോയി ഗൈസ്. കേസ് അത് കിട്ടി ഗൈസ്. ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്തപ്പം $25 ലെവൽ 2 ആയി ഗൈസ്. അത് കൊള്ളാം. ആക്ച്വലി ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യാനുള്ളത് ഗൈസ്? നിങ്ങളിത് കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അന്ന് എനിക്ക് പറഞ്ഞു തരണം ഗൈസ്. കാരണം ഞാൻ ഭയങ്കര ന്യൂബാണ് ഗൈസ് ഇതിൻ്റെ അകത്ത്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കളിക്കുന്നത്. ഇവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നു ഗൈസ്. ഇതെന്തൊക്കെയോ ചെയ്യണം ഗൈസ്. ഫോർജ്, ഇതാണോ എൻ്റെ ഫോർജ് എന്ന് പറയണേ? ഇങ്ങനെയാണ്. ഓക്കെ കേസ്, ഇതെങ്ങനെ ചെയ്യണം? ഇങ്ങനെ ചെയ്തിട്ട് ഗൈസ് ഇങ്ങനെ മനസ്സിലാവുന്നില്ല. സെൻസൈ മോറെന്ന് പറഞ്ഞ ഗൈസ്, നമ്മൾ ഇതാ മഞ്ഞയിലോട്ട് നമ്മുടെ ഇതിരുന്നാലേ
ഇത് ഒഴിക്കത്തുള്ളൂ. ഇനി മോളുണ്ടോ? ഇതാണ്. ഇന്നർ സർക്കിളിൽ വരുമ്പോഴത്തേക്ക് എന്തൊക്കെ ഞെക്കണമെന്നൊക്കെ പറയാനുണ്ട്. ഫസ്റ്റ് ഞങ്ങൾ ഗ്രേറ്റ് കിട്ടി ഗൈസ്. ഓക്കെ. ഇത് വെള്ളത്തിൽ മുക്കാണ് ഗൈസ്. ഗൈസ് നമ്മൾ കത്തി ഉണ്ടാക്കി വെക്കുന്ന ആളാന്ന് തോന്നുന്നു. ഇതെന്നാ ചെയ്യണ്ടേ ഇനി? തോന്നിയോ ഗൈസ്? നമ്മൾ ഇനിയും ഇടണമെന്ന് തോന്നുന്നു. കയ്യിലുണ്ടായിരുന്ന എന്തൊക്കെ എടുത്ത് ഞാൻ എൻ്റെ തൊട്ടിട്ടു. ഇത് നമ്മൾ ഒന്നുകൂടെ ചെയ്യണമെന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ് ഇതിങ്ങനെ കുറെ ചെയ്യണമെന്ന് തോന്നുന്നു. സോറി ഗൈസ്. ഇത് എന്ത് പാടാ ഗൈസ്? കുറച്ച് പാടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് പാടാണ് ഈ സീസൺ ചെയ്യും, പക്ഷെ കുഴപ്പമില്ല. ഇതൊന്ന് ഡിഫറെന്റ് ടൈപ്പ് കത്തിയാണ് ഗൈസ്. പെർഫെക്റ്റ് കിട്ടി ഗൈസ്. ഗുഡ്. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, ഇതിനകത്ത് കുറെ പെർഫെക്റ്റ് കിട്ടി. അതെന്നതാ? ഓക്കെ, എനിക്ക് തോന്നുന്നു അതിനാണ് അറ്റാക്ക് ഡാമേജ് കൂടുതൽ. നമ്മുടെ കയ്യിൽ ഓർമ്മ. ഓക്കെ, എനിക്ക് മനസ്സിലായി. നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഏതെങ്കിലും ഒന്ന് എക്യുപ്പ് ചെയ്യണം. പക്ഷെ ബാക്കി എന്നിട്ട് ഇനി ഇവന്റെ അടുത്ത് പോയി നമ്മൾ മിണ്ടണോ? നമ്മൾ പോയി അത് വിൽക്കണം. അത് കഴിച്ച് നമ്മള് അപ്പൊ ഇതിനകത്ത് എനിക്ക് ആരെങ്കിലും അറ്റാക്ക് ചെയ്യണമെന്ന് പറഞ്ഞാല് തുടക്കത്തിൽ തന്നെ അത് എഴുതി കാണിച്ചായിരുന്നു. ഐ വാണ്ട് ടു സെൽ ഐറ്റംസ്. എക്യുപ്പ് ചെയ്ത സാധനം നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഇവൻ നമുക്ക് പൈസ തരും. എന്നിട്ട് ആ പൈസ കൊണ്ട് എന്നാ ചെയ്യണ്ടെന്ന് ഇപ്പൊ ഇവര് പറയുമായിരിക്കും. ഓക്കെ, പിന്നെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഇവിടെ പോയിട്ട് എന്നാ പറ്റുന്നുണ്ട്? ബ്രോൺസ് പിക്കാസ് ഗൈസ്. നമ്മൾ പിന്നെ മൈൻ ഷാഫ്റ്റിലോട്ട് പോകണം തോന്നുന്നു. മൈൻ ഷാഫ്റ്റ് അല്ല, കേവ്. ഓക്കെ, നമ്മളിനി പിക്കാസ് വെച്ചിട്ട് മൈൻ ചെയ്യണം. ഓക്കെ, അത് എടുത്തു. നിങ്ങളൊക്കെ ഇതിനകത്ത് നല്ല പ്രോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അയ്യോ, അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതായിരിക്കും ഗൈസ് മറ്റേ ഏത് അറ്റാക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ. എന്റെ ലൈഫ് എവിടെയാ കാണിക്കണേ? ഞാൻ ചാവോ എൻ്റെ അകത്ത്? ഓക്കെ, 10 ഓറ് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഗൈസ്. ഒരു സോംബിനെയും കൊല്ലണമായിരുന്നു. അത് ഞാൻ ചെയ്തു. കണ്ണ് നോക്ക് ഗൈസ്, തിളങ്ങി സെറ്റ്. എന്നെ തല്ലാൻ പോകുന്നത്. അവന് 100 ലെവലുണ്ട് ഗൈസ്. അയ്യോ, അറ്റാക്ക് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ അടുത്ത് ചാവും തോന്നുന്നു ഗൈസ്. എനിക്ക് തോന്നുന്നു ഈ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്ന, എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്ന റെഡ് ബാറാന്ന് തോന്നുന്നു ഗൈസ് എൻ്റെ ലൈഫ്. അവനെ കൊന്നു ഗൈസ്. ഈ ഒരു ഓറും കൂടെ കളക്ട് ചെയ്ത് നമ്മൾ 10 എണ്ണം ആവും. ഓക്കെ, നമ്മൾ ഇനിയും തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോകണമെന്ന് തോന്നുന്നു. ഏതാ വഴി? ഏതാ? ഓക്കെ, നമ്മൾ ഇതൊരു വഴി ഉണ്ട്.
ഓക്കെ, നമ്മളിനി ആർമർ ഉണ്ടാക്കണമെന്ന് തോന്നുന്നു. ഇത് ഏതെങ്കിലും കുറച്ച് ഇട്ടാൽ മതിയോ? ഫോർജ് ഗൈസ്, ഏതെങ്കിലും 3 ഐറ്റം ഇട്ടിട്ട് നമ്മൾ ഫോർജ് ചെയ്താൽ മതി ഗൈസ്. ഈ വീഡിയോ ഇവിടം വരെയും കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഹാഷ്ടാഗ് ഫോർജ് എന്ന് കമന്റ് ചെയ്യുക. ഹാഷ്ടാഗ് FORGE ആ കമന്റ് ചെയ്യുക. ഗെയിം എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങി. ഓരോ ഓക്കെ പോലും ഇല്ലായിരുന്നു, എല്ലാം ഗ്രേറ്റും പെർഫെക്റ്റും ആയിരുന്നു. ഉണ്ട് 3 ഡിഫൻസ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി ഉണ്ടാക്കണോ? ആർമർ ഓർമ്മയോടെ ഉണ്ടാക്കണം. നമുക്ക് ടിന്ന് വെച്ചുണ്ടാക്കാം. അത് ബാഡ് ഗൈസ്. ഒരെണ്ണം കിട്ടി ഗൈസ്, ഒരെണ്ണം ബാഡ് കിട്ടി. നല്ല ഫാസ്റ്റ് ആയിരുന്നു. ഓക്കെ, സോസെപ്റ്റ്. ഇനി നമുക്ക് വെപ്പൺ ഉണ്ടാക്കാൻ നോക്കാം ഗൈസ്. കയ്യിലുള്ള എല്ലാം ഞാൻ എടുത്തിട്ട് ഉണ്ടാക്കി ഗൈസ്. നമ്മളിത് എത്രത്തോളം സ്പീഡിൽ ചെയ്യുന്നു അത്രത്തോളം സ്പീഡിൽ ഇത് കയറും ഗൈസ്. ഇതൊരു സിനിമ കാണുന്ന പോലെയാണ് ഗൈസ് ഇത് കളിക്കാൻ. ഈ ഗെയിം അങ്ങനെ ഒരു ഫീലാണ് ഗൈസ്. ഇതിന്റെ സ്ക്രീനൊക്കെ അത് ഞെക്കിയത് ഞെക്ക് കൊണ്ടിട്ടുണ്ട്. ശരി, ഒരെണ്ണം പോയി. അതിന് അറ്റാക്കും കുറവായിരിക്കും ഗൈസ്. .4. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്നതിന് എത്രയായിരിക്കും ഗൈസ്? അത് നോക്കട്ടെ. ബാക്കില് 3.37, 3.4. അപ്പൊ ഇതല്ല ഗൈസ് നല്ലത്. ഇത് രണ്ടും 3. ഇതാണ് ടിന്നിന്റെ ഇടാം ഗൈസ്. എക്യുപ്പ് ചെയ്തു, ടിന്നിന്റെ എക്യുപ്പ് ചെയ്തു. ബാക്കി നമുക്ക് കൊണ്ട് വിൽക്കാം ഗൈസ്. അതൊന്ന് സെല് ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാം സെല് ചെയ്യാൻ പോകണം ഗൈസ്. സെലക്ട്. അയ്യോ ഗൈസ്, ഞാനൊരു പിക്കാസും കൂടെ സെലക്ട് ചെയ്ത് കൊടുത്തെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, പോട്ടെ. അത് സ്റ്റോൺ പിക്കാസ് അല്ലേ ഗൈസ്? നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്ന ബ്രോൺസിന്റെയാ. ട്രൂ വാല്യൂ ഇത് തന്നെയാണ് ഗൈസ് ഒമ്മിനും പറയണേ. ഇനി അടുത്തത് നമ്മള് വാങ്ങണം അയൺ പിക്കാസ് കേസ്. ഇപ്പൊ എൻ്റെ കയ്യിൽ 840 ഗോൾഡ് ഉണ്ട്. വാങ്ങിച്ചോളൂ. എന്താണോ പോവാത്ത കേസ് എപ്പോഴും മാറിയില്ലല്ലോ. ബ്രോൺസ് അല്ല. ഓക്കെ, നീ ഇതിട്ട് മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോരാവും നോക്കാം. അല്ല, കേവ് എവിടെയായിരുന്നു? ഇത്ര ഉള്ളു, ഇനിയൊന്നുമില്ലേ? ഇത്ര ഉള്ളെന്ന് തോന്നുന്നു. 12 ഡാമേജ് വെച്ച് കൊള്ളുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീട് ഇത്ര ഉള്ളു. നമുക്കാണേലും വീട് എന്ത് ചെയ്യാം. ഓട്ടമൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഗൈസ്. അതുപോലെ എനിക്ക് ആ മുഖം ഇപ്പൊ കാണാൻ നല്ല രസമുണ്ട്. ഷാഡോ റേസ് കൊള്ളാം ഗൈസ്. നമ്മുടെ ബ്ലോക്ക് ഫോഴ്സിലെ റേസ് ഉള്ള പോലെ തന്നെയാണ് ഗൈസ്. എടാ കിട്ടില്ലടാ, ഒന്നും പറയാനില്ല. മണ്ട തലയിൽ ചട്ടി കാമിച്ച് വെച്ചിരിക്കുന്ന കാണുമ്പോ ബോറ്. ചട്ടി അല്ല ഗൈസ്, ഇത് ഹെൽമെറ്റ് ആണ്, ചട്ടി പോലെ ഇരിക്കുന്നു. പക്ഷെ കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് ഗൈസ്. നമ്മളിപ്പോൾ level 5 ആയിട്ടുണ്ട് ഫോർജില്.
340 ഗോൾഡ് ഉണ്ട്. ഇനി ഞാൻ എന്താ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വേറെ കാര്യങ്ങൾ വെറൈറ്റി കാര്യങ്ങൾ ചെയ്യാനുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾ കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ നിങ്ങളുണ്ടാവും. അതുപോലെ തന്നെ #ഫോർജെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നതിന് മുമ്പ് എല്ലാവർക്കും ഒരു ഗുഡ് ബൈ ഗൈസ്.